CPM സെക്രട്ടേറിയറ്റ് യോഗം കൂടിയിരുന്നു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ 3 ദിവസം നീളുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാകുന്നു. തോൽവി പഠിക്കാനുള്ള കമ്മീഷൻ രൂപീകരണത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. BJPയുടെ വോട്ടുകൾ വർദ്ധിച്ചത് വളരെ ഗൗരവമായി കാണണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ഉയർന്ന അഭിപ്രായം. ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഷഫീദ്, കോഫി കഴിച്ചോ? എന്തായാലും ഷഫീദിൻ്റെ അനുവാദത്തോടെ ഞാനൊരു കോഫി കഴിക്കുകയാണ്. വിവരങ്ങൾ പറയൂ. ശരിക്കും പാർട്ടി വോട്ടുകൾ ചോർന്നു പോയത് വല്ലാതെ ആശങ്കപ്പെടുന്നു CPMനെ. കാരണം ഒരിക്കലും CPM പോലൊരു കേഡർ പാർട്ടിയിൽ വോട്ടുകൾ ചോരുക എന്ന് പറയുന്നത് സാധാരണ സംഭാവ്യമുള്ള കാര്യമല്ല. അപ്പോൾ അണികൾ അത്ര അസ്വസ്ഥരാണ് എന്ന് വേണ്ടേ കരുതാൻ? വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. SKN ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ പാഠം പഠിച്ച് ഗൗരവകരമായിട്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ് CPIM. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 20 മണ്ഡലങ്ങളിലെയും ഫലം അത് വിശദമായി വിലയിരുത്തി. പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ കാര്യമായി ചോർന്നു എന്നുള്ളതാണ് CPIMന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, LDFിൽ നിന്ന് UDFിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരും. അതേസമയം LDFിൽ നിന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരില്ല എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുണ്ടായി. കൂടാതെ BJP വളർന്നത് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായി. വെള്ളാപ്പള്ളി നടേശനടക്കം കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിലടക്കം എഴുതിയ കുറിപ്പുകളിൽ പറഞ്ഞ കാര്യമാണ് ഈഴവ വോട്ടുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തുന്നുണ്ട്. ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായി. ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും അത് കാര്യമായി ഗുണം ചെയ്തില്ല, ഗുണകരമായി മാറിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അടക്കം ഇടത് കേന്ദ്രങ്ങളിൽ BJP വളർച്ചയുണ്ടായെന്നും വിലയിരുത്തലുണ്ടായി. ഇതൊക്കെ ഗൗരവകരമായിട്ടുള്ള വിലയിരുത്തലാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, SKN ഈ CPM അഭിമാന നേട്ടമായി പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല. പിണറായി സർക്കാരിന്റെ അവശേഷിക്കുന്ന കാലയളവിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകാനാണ് നിലവിലിപ്പോൾ CPM എടുത്തിരിക്കുന്ന തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയാക്കുന്ന വൻകിട പദ്ധതികളിൽ കൈവെക്കേണ്ടെന്നും അഭിപ്രായമുയർന്നു. ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലും വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും തിരുത്തൽ നടപടി സംബന്ധിച്ച ഒരു അന്തിമ രൂപം നൽകുക, അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും തിരുത്താൻ CPM ഒരുങ്ങിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. K. ഇസ്മയിൽ തന്നെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മന്ത്രിമാരുടെ പ്രകടനങ്ങൾ അത്ര സുഖകരമാകുന്നില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് K. ഇസ്മയിൽ പറഞ്ഞു വെച്ചത്. എല്ലാ മന്ത്രിമാരും പുതിയ ആളുകളായപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും വേണ്ട സമയത്ത് ഇടപെടാൻ ചില ആളുകൾക്കെങ്കിലും കഴിയാതെ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അണികളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാകും. ഭരണരംഗത്ത് കാര്യക്ഷമതയുള്ളവരെയും പുതിയ ആളുകളെയും മിക്സ് ചെയ്തിടാൻ ഈ മന്ത്രിസഭ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വീഴ്ചയായി പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും 44 സെക്കൻഡും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.